നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്ര, ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് ആനത്തലവട്ടം, 5 തെങ്ങ്, ആനത്തലവട്ടം, ഇതെല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ആനത്തലവട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അത് സ്റ്റെയർ കേസിൻ്റെ കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഒരാളിങ്ങനെ ഇഴഞ്ഞ് കയറിയപ്പോൾ വലിയ ഒരു അതിഥി എന്നാണ്, എടുത്താൽ പൊങ്ങാൻ പറ്റാത്തത്രയും വലിയൊരു മൂർഖൻ അതിഥി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൻ്റെ പറമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് പോകാം നമ്മുടെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ആരാണെന്ന് നോക്കാം നമ്മുടെ അതിഥി. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. എന്തുണ്ട് വിശേഷം? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോട്ട് പോയിട്ടില്ല. ആ സമയം നിങ്ങളിവിടെ ഉണ്ട്? പോയിട്ടില്ല. നമസ്കാരമോ. ഹായ് മോളൂസേ, സുഖമാണോ? എന്താ പേര്? ദേവുട്ടിയാണോ? ആടിപ്പോളി. ദേവുട്ടി പാമ്പിനെ കണ്ടോ? എന്നിട്ട് ഓട്ടിച്ച് വിട്ടോ? അവനെ ഓട്ടിച്ച് വിട്ടോ? അപ്പം ഞങ്ങളെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതിനകത്തുകൊണ്ട് പോയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇവിടെ അറിയാമല്ലോ, നമുക്ക് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമാണ്. ഗ്രാമ അന്തരീക്ഷമല്ല, ഗ്രാമം തന്നെയാണ്. സാധാരണക്കാർ താമസിക്കുന്ന വീടാണ്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും കൃഷിയും പശുവും കോഴിയൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു സാഹചര്യം. പശു 5 പശു ഉണ്ടായിരുന്നു. 3 എണ്ണം നിറയായിട്ട് നിൽക്കുന്ന പശുക്കൾ, പിന്നെ കറവയുള്ളത് 3. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരൊക്കെ സൂക്ഷിച്ചത് അറിയാം. ഇന്ന് തൊട്ടടുത്ത് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കൊച്ചു മകൻ വിയോഗപ്പെട്ട്, നമ്മൾ മലയാളികൾ മറക്കാൻ സാധ്യതയില്ല, അഴൂരുന്നുണ്ട്. കുറച്ചപ്പം ഞാൻ ആ വീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും ഭയത്തിലാണ്, സൂക്ഷിക്കുക. അല്ലാതെ നമ്മളതിൽ മുൻകരുതലാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ പശുവുണ്ട്, പശുവിനെ കൊണ്ട് പറമ്പിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് ഈ ചിറയൻകീഴ് തന്നെയാണ് ഒരു പശു പാടത്ത് മരിച്ചു കിടന്നത്. അത് പശുവിൻ്റെ ജീവന് വിലയില്ലാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല. പശു പാടത്ത് പാമ്പടിയിട്ട് മരിച്ചു കിടന്നത് തൊട്ടടുത്താണ്. ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ എല്ലാ ജീവികൾക്കും പാമ്പ് കൊണ്ട് കടിയേറ്റാൽ മരണപ്പെടുന്നുണ്ട്. മനുഷ്യന്മാർ മാത്രമല്ല, നായ്ക്കൾ, ഡോഗുകൾ. ഈ അടുത്ത കാലത്ത് നായ്ക്കൾ, കഴിഞ്ഞ മാസം നായ്ക്കൾ തന്നെ 10-30ഓളം നായ്ക്കൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. പക്ഷേ ഇതിനൊന്നും കണക്കുകളില്ല എന്നുള്ള. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞ ഒരു മൊട്ടക്കാട്ടൻ പാമ്പെന്നാണ്. 5-5.5-6 അടിയോളം നീളത്തിന് ഒരു 4 അടിയുടെ കുറവ് വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അടിപൊളി. എൻ്റെ അമ്മ, അടിപൊളി. എന്നാൽ അത്ര വലുതൊന്നും അല്ലാത്ത ഒരു 2 വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു മൂർഖൻ, 2 വയസ്സോളം പ്രായം വരുന്ന 1 മീറ്ററോളം നീളം വരുന്ന ഒരു കുഞ്ഞനത് കണ്ടോ. നമുക്കിവിടെ കാണാം. അടിപൊളി. ഇപ്പം നമ്മൾ പറയും കുഞ്ഞനെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞനല്ലേ, കുഴപ്പമില്ല. ഇത് കുഞ്ഞനല്ല, നല്ല ഒരു 2 പേരെ 3 പേരെയൊക്കെ ജീവൻ അപഹരിക്കാൻ പറ്റുന്ന വനമുള്ള അതിഥി തന്നെയാണ്. ഒരു കാരണവശാലും ഇത് കുഞ്ഞാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. ഞാൻ കുഞ്ഞെന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് വലിയ വലിയ അതിഥികളെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ ഞാൻ കുഞ്ഞായിട്ട് കാണുന്നതേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഇത്രയും സൈസുള്ള ഇത്രയൊക്കെയുള്ള അതിഥികളാണ് കൂടുതലും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ മുട്ട വരിയുടെ സമയം തീരാൻ പോകുന്നു. അണലിയുടെ പ്രസവം തീരാൻ പോകും. ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം തുടക്കമൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ ഈ മാസം അവസാനം ആവാറായി. ഇപ്പോൾ നമുക്ക് ഈ മാസമൊക്കെ മുട്ടകൾ കംപ്ലീറ്റ് നമ്മുടെ നാട്ടിൽ മുട്ടയിട്ട ഇതിലെ മുട്ടകളെല്ലാം വിരിഞ്ഞ് തീരാറായി. അണലിയുടെ പ്രസവം ഇനി അടുത്ത മാസം. ഇപ്പോൾ ഈ മൂർഖൻ്റെ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അണലിയുടെ പ്രസവം, ഒരു 10 ദിവസം കൂടെ അണലിയുടെ പ്രസവം ഇങ്ങനെ നീണ്ടുപോകും. അവസാന നിമിഷത്തെ ഇണചേരുന്നതൊക്കെ പിന്നെ ലാസ്റ്റേ ഉണ്ടാവുള്ളൂ, ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ കഴിഞ്ഞ് തീരാറാവുന്നു. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ സന്ധ്യ സമയത്തൊന്നും നമ്മുടെ പാമ്പുകൾ വേനലിൽ മാത്രമല്ല
വേനലിൽ മാത്രമല്ല നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത്, മഴയത്ത് നമ്മുടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരുന്നത്. വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കുക, വന്നാൽ തന്നെ ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കുക. കഴിഞ്ഞ പരമാവധി നമ്മൾ വീടിനോട് ചേർന്ന് വീടിൻ്റെ അകത്തേക്കുള്ള ഡോറിൻ്റെ സൈഡിൽ ഒരു സാധനവും വെക്കരുത്. വീടിനകത്തേക്ക് നമ്മളെ ഫ്രണ്ടിലത്തെ ഡോറ് ചേർത്ത് ചെടിച്ചട്ടി വെക്കാൻ പാടില്ല, ചെരുപ്പ് കൂട്ടിയിടാൻ പാടില്ല, കസാര സോഫ സെറ്റ് ഇതൊന്നും ചേർത്ത് വെക്കരുത്. സോഫ സെറ്റ് ബാക്കിൽ കൂടെ വന്ന് നമ്മളെ ഡോറിനകത്തൂടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുകയില്ല. അപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ നമ്മൾ അറിയാതെ ചെന്ന് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് എണീക്കുന്ന സമയത്ത് ചവിട്ടി കടി വാങ്ങും. അതിനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സമയം കളയാൻ ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കുഞ്ഞിലല്ല, അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ബോട്ടിലാക്കി ഇവിടെ ആറ്റിങ്ങിൽ നിന്ന് ചേട്ടാ ഒരു ബോട്ടിൽ തരാം, അത് മതി തരാമോ? അപ്പോൾ നമുക്ക് ഒരുപാട് കോൾ വേനലായതുകൊണ്ട് മാത്രമല്ല മഴയായാലും എനിക്ക് കോളിന് കുറവൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത് ആറ്റിങ്ങിൽ എന്നുള്ള സ്ഥലത്തൊരു കോള് വർക്ക് ഏരിയക്കകത്തൊരു ചെറിയ മോർക്കതിയെ കണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഒരു അമ്മ കണ്ട് ഇറങ്ങി പോയിട്ടുണ്ടോന്നൊന്നും അറിയില്ല, അമ്മ കണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തായാലും ബോട്ടിലാക്കുകയാണ്. ഇത് നല്ല എന്താ പറയുക, ചാർജിൽ നല്ല ചാർജാണ്, എന്താണെന്ന് അറിയില്ല. ഇതിന് നല്ല ചൂട്, നല്ല എന്ത് പറ്റി ആശാനെ, എന്ത് പറ്റി ചക്കരെ. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിലാക്കുകയാണ്. നമുക്ക് സമയം കളയാനില്ല, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരൻ 2 വയസ്സ് കഴിഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിലാക്കി സേഫായി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞ് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ 2ാമത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് ആറ്റിങ്ങലടുത്ത് പാടിക്കവിളാകം ക്ഷേത്രത്തിനടുത്ത് നമ്മളെ പുറകിലൊരു ഡോഗുണ്ട്. അവൻ്റെ കുരയാണോ കേൾക്കുന്നത്, അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവനെ തുറന്നു വിടാറില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ അവൻ്റെ ആ ശൗര്യം പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാഷാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന 2 അതിഥികളാണ്. ഒന്ന് ഡാഷും ഒന്ന് പോമറേനിയാണ്. ഈ അതിഥികളാണ് ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്മ അടുക്കളയിൽ നിന്ന് എന്തൊക്കെ കഥയൊക്കെ പറഞ്ഞ് പാട്ട് പാടിയൊക്കെ നിന്നപ്പോൾ അമ്മയുടെ കാലിൻ്റെ അടുത്തൊരു ഒരാൾ വന്ന് അമ്മ സുഖം തന്നെ എന്ന് ചോദിച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. അമ്മ അതോട് ജീവനും കൊണ്ട് ഓടി അപ്പുറത്തെ വീട്ടിലങ്ങോട്ട് പോയി നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ സമയം കളയാനല്ല, ആ പാമ്പതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ ആ അടുക്കളയ്ക്ക് പുറത്തുള്ള വർക്ക് ഏരിയയ്ക്ക് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മ കണ്ട അതിഥി ആരാണ്, മൂർഖനാണോ ചേരയാണോ എന്നൊന്നും അറിയില്ല. നമുക്കെല്ലാം നമ്മുടെ ആ സമയത്ത് ഇവിടെ കാലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാറുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് ചോദിക്കാം. എവിടെയാണ് നമുക്കറിയാം? സുഖമായിരിക്കുന്നല്ലോ, എന്തുണ്ട് വിശേഷം? ഇവിടെ ഈ അടുത്ത കാലത്ത് എനിക്ക് സ്ഥിരം കോളുകൾ കിട്ടുന്നത് ഇവിടെയല്ല, ഈ ഒരു ലൊക്കേഷൻ ഒരു മാസം കൊണ്ട് എനിക്ക് ഒരു 20-22 റോളുകൾ അറ്റൻഡ് ചെയ്തു. ധാരാളം അതിലെ കാണുന്നത്. ഇതിപ്പോൾ എവിടെയാണ് കണ്ടത്? ഇതിനകത്തോട്ട് കണ്ടു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇവിടെ എല്ലാവരും ഉണ്ട്, പോയിട്ടില്ല. അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞ ഇതിനകത്ത് ഇവിടെ കണ്ടു. പിന്നെ ഇവരെല്ലാം ഇവിടെ കാത്തു നിൽക്കണം. ആ സമയം തൊട്ട് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വന്നപ്പോൾ അവരങ്ങോട്ട് മാറി. അപ്പോൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പോകാനായിട്ടൊരു സാധ്യതയില്ല. പിന്നെ ഇവിടെയൊക്കെ പറമ്പാണ് തുറന്ന് കിടക്കുന്നത്. പിന്നെ ഈ പൈപ്പുണ്ട്, ഇതിലേക്ക് ഇറങ്ങി പോകാൻ, തിരിച്ച് കയറിയും വരാം. നമ്മൾ സമയം കളയുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് ഈ സൈഡിൽ കണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ച് സാധനമേ ഉള്ളൂ, എന്തായാലും ഇവിടെ ഇല്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്ഥലമേ ഉള്ളൂ, അവിടെ എന്തായാലും ഇല്ല. അവിടെ നിങ്ങൾ പോയിരിക്കാം, അവർ ആളൊക്കെ മാറിയ സമയത്ത് നിങ്ങൾ പോയിരിക്കാം. പിന്നെ അതോടെ കാത്തിരിക്കുക, അല്ലാതെ നോക്കിയത്. കാണുന്നില്ല. നമ്മൾ ആ കണ്ട സമയം തൊട്ട് ഇവിടെ ആളുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, അപ്പുറത്ത് എല്ലാവരും 4 ചുറ്റും ആളൊന്നും ഇറങ്ങി പോകണം നോക്കുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പോകാനായിട്ടുള്ള സൈസ് ഇത് കാണുന്നില്ല. പിന്നെ അമ്മ പറയുന്നുണ്ട്
പേപ്പർ നോക്കിയപ്പോൾ കറക്റ്റ് പേപ്പറടി ഉണ്ടായിരുന്നു. അത് നേരെ അതിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട്, ബാക്കിലോട്ട്. ഇതാ ചാകിതാമോ അടിയിൽ അത്ര വലുതൊന്നുമല്ല. ചെറിയ അതിഥി കണ്ട, 2 വയസ്സോളം പ്രായം വരുന്നത് ചെറിയ അതിഥി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മറ്റെന്തോ സാധനം കിടപ്പുണ്ട് കേട്ടോ. ചെറിയ, അത്ര വലുതൊന്നുമല്ല, ഒരു 2 വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞൻ. രണ്ട് വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞൻ അത് കണ്ടല്ലേ. അതിൻ്റെ വയറ്റിൽ എന്തോ ഫുഡുണ്ട്. തവള മറ്റേ കഴിച്ചിട്ടുണ്ട്, തവള മറ്റേ കഴിച്ചിട്ടുണ്ട്. അതേ കണ്ട ഇരിക്കുന്നത്. ഞാൻ പേടിച്ചു. എനിക്ക് തോന്നുന്നത് ഇവർ ബഹളം വയ്ക്കുന്നതും ചെയ്യണം, അല്ലെങ്കിൽ അവർ തട്ടയോ മുട്ടയോ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളഞ്ഞു. ഒരുപാട് കോളുകൾ ഇന്ന് വെയിറ്റിങ്ങിലുണ്ട്, ഒരുപാട് കോൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയാനായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. ചെറിയ അതിൻ്റെ വയറ്റിൽ തവളയുണ്ട്. അതാ കുഞ്ഞിനെ നമ്മൾ ഇതിനകത്ത് സേഫായിട്ട് ബോട്ടിലായി, നല്ല ടൈറ്റായിട്ടുള്ളതാണ്. അപ്പം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം, നമ്മളെ വർക്കേരിയയ്ക്ക് നമ്മൾ അമ്മയെ പേടിപ്പിച്ച് 2 വയസ്സോളം പ്രായം വരും നമ്മൾ ആ പെൺ മൂർഖൻ അതിഥിയെ നമ്മൾ പിടിച്ച് ബോട്ടിലേക്ക്. ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥി സ്റ്റെയർ കേസിൻ്റെ അടുത്തൊരു അതിഥിയെ എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തത് വർക്കേരിയയ്ക്ക് വന്നെടുത്തു. മൂന്നാമത് നമ്മളെത്തി നിൽക്കുന്നത് ഇത്തിരി ലേറ്റായി, സന്ധ്യയായി. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, വെള്ളായണിക്കടുത്ത് ഊക്കോടടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വലയിൽ കുരുങ്ങിയ ഒരതിഥി, കുഞ്ഞ് മൂന്നാമത്തെ അതിഥി. എന്താ മോൻ്റെ പേര്? ശ്രീഹരി. സൂപ്പർ പേരാണല്ലോ. മോൻ്റെ പേരെന്താ? അരവിന്ദ്. മോൻ്റെ പേരെന്താ? നവനീത്. നമസ്കാരം മേഡം. എന്താ മെമ്പറാണോ? എന്താ പേര്? എന്തായാലും നല്ല മഴ വെച്ചാൽ നമുക്ക് നല്ല മഴ. എന്തായാലും ഞാൻ കുട വാങ്ങി. അപ്പോൾ നമുക്ക് ഇദ്ദേഹം നല്ല പരുവത്തിൽ കിടക്കുകയാണ്. നല്ല പരുവത്തിൽ മാത്രമല്ല, വേറെ പ്രത്യേകത ഉള്ളത് വേണ്ട, ഇദ്ദേഹത്തിൻ്റെ തല കുരുങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ പണിയായിരുന്നു വാങ്ങും. തല കുരുങ്ങാതെ കഴുത്തിനൂടെ മാത്രമേ കുരുങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കടി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ദേഹത്തിരണ്ടൊന്നും മുഴയൊക്കെ ഉണ്ട്. മുഴകളിൽ നമുക്ക് ആദ്യമായിട്ടല്ല കിട്ടുന്നത്. ഒരുപാട് ദേഹത്ത് മുഴയുള്ള അതിൽ നമുക്ക് കിട്ടാറുണ്ട്. കഴുത്തിൻ്റെ ഒരു മുഴയുണ്ട്. കൂടെ വേണ്ട, മഴ തോന്നും. കൂടെ മാറ്റിക്കോട്ടെ. നമുക്ക് ഒരു കണ്ട ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതാണ്ട കത്തിരിയും കുടിച്ചു. ദേഹത്ത് ഒരുപാട് മുഴകൾ. അപ്പോൾ അസുഖങ്ങളുള്ള പാമ്പുകൾ ധാരാളം എണ്ണം കൂടും നമ്മുടെ നാട്ടിൽ. അസുഖങ്ങളുള്ള പാമ്പിൻ്റെ എണ്ണം ഒരുപാട് കൂടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന തിരുവനന്തപുരം സിറ്റി ഈ ജലസ്രോതസ്സുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇതിനൊക്കെ മുഴകളായിട്ടാണ് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ അത് നമ്മുടെ മാലിന്യത്തിൻ്റെ
കൂമ്പാരം. അപ്പോൾ നമുക്ക് ഒരുപാട് വയ്യാത്ത അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വയ്യാത്ത അസുഖം മനുഷ്യനുണ്ടാവും പോലെ ഓരോരോ അസുഖം. ഇപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് കിട്ടുന്ന ഇത് അസുഖങ്ങളാണ്. ഇത് ഇപ്പോൾ ചിലർ പറയും ക്യാൻസർ, ഇത് മറ്റ് ഈ വേസ്റ്റ് വെള്ളമൊക്കെ കുടിക്കുന്നതും ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ധാരാളം ഈ കഴിഞ്ഞ വർഷം മാത്രം എനിക്ക് 100-ലേറെ ദേഹത്ത് മുഴയുള്ള ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഡെത്തായിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിച്ചു. പക്ഷേ ഈ അസുഖം അറിയാലോ, നമ്മൾ സാധാരണഗതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആര് കിട്ടിയാലും കൊണ്ട് കാട്ടിലും കൂടെ ട്രീറ്റ്മെൻറ്റൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ ഇതും അങ്ങനെയാണ്. എന്താ പറയുക, നമ്മളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ നാളെ മറ്റന്നാളെ പോകുമ്പോൾ കാട്ടിൽ പോകുമ്പോൾ ഇതിനെ കളയുന്നു. ഇതിനെ കൊണ്ടുവച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം മൊത്തം കീറി എടുത്തിടുമ്പോൾ ചില പെട്ടെന്ന് ചത്തു. അപ്പോൾ മൂർഖനത് തന്നെയാണ്. പക്ഷേ വയ്യായിക ഉണ്ടെങ്കിലും പത്തിയെടുക്കാനോ കടിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കണ്ടോ കടിക്കണ്ട, ഇതാണ് കടി. പെട്ടെന്ന് കടിക്കും, പെട്ടെന്ന് കടിക്കും. അതുണ്ട്. പക്ഷേ അതിൻ്റെ ഇവർ പറയുന്നുണ്ട് 2-3 മൂർഖൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പെണ്ണാണ്, ഫീമെയിലാണ്. ഈ വർഷം മുട്ടയിട്ട അതിഥിയാണ്. ഈ വർഷം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് ഈ വർഷം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് പോയതിനു ശേഷം ഫുഡ് തേടി ഇറങ്ങിയ അതിഥി. ഇപ്പോൾ അടുത്ത വർഷം ഇണചേരാനോ മുട്ടയിടാനോ എന്നുള്ള കപ്പാസിറ്റി ഇതില്ല. അതിന് മുന്നേക്ക് ഇതിന് ഡെത്ത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. അവൾ അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ ചേട്ടാ ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ട തുറന്നോളൂ. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് വയ്യാത്തതില്ല. സത്യം പറഞ്ഞാൽ വയ്യാത്ത അതികൾ എങ്ങനെ വരുന്നു, ഇതിൻ്റെ അസുഖം എന്താണ്, ഇതൊന്നും നമുക്ക് നോക്കാനോ അല്ലെങ്കിൽ പഠിക്കാനൊന്നും അവസരങ്ങൾ ആർക്കും ഇല്ല. കാരണം കെട്ടുക, കൊണ്ട് തുറന്നു വിടുക, ഇതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ സർജറിയൊക്കെ ചെയ്യാൻ പോയാൽ മരിച്ചു പോകും. ആരോഗ്യക്കുറവുള്ളതുകൊണ്ട് മരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊന്നാമത് എന്താ പറയുക വയ്യായിക തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ നമ്മുടെ വിശേഷങ്ങൾ 3 അതിഥികളാണ്. 3 തരത്തിൽ 3 സ്ഥലത്ത്, അതായത് വർക്കേരി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ, വേസ്റ്റിൻ്റെ ഇടയിൽ, പശു പയ്യ വളർത്തുന്ന സ്ഥലത്ത് വേസ്റ്റിൻ്റെ അടിയിൽ, മർക്കേരി ഇപ്പോൾ ഇതും വേസ്റ്റിൻ്റെ അടിയിൽ, വേസ്റ്റെല്ലാം കൂട്ടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മാത്രമാണ് ഓപ്പണായിട്ട് വലയിൽ കുരുങ്ങി അകപ്പെട്ടത്. പക്ഷേ ഇവിടെ കുരുങ്ങിയില്ലെങ്കിൽ ഇതും മരണപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്രാവിശേഷം 3 മൂർഖൻ അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.